ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചലാട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം കൊണ്ട് ഒരു ഈസി സ്നാക്കാണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 നേന്ത്രപ്പഴമാണ് കേട്ടോ. പഴുത്ത് കറുത്തുപോയിട്ടുള്ള നേന്ത്രപ്പഴവും ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ പഴം ഒന്ന് തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ 4ആയിട്ടൊന്ന് കീറിയെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന, നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഓയിലൊന്നും ഇല്ലാതെ തയ്യാറാക്കിയെടുക്കുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അവിടെ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ നേന്ത്രപ്പഴം കട്ട് ചെയ്ത്. ഒരുപാട് വലുതാക്കി കട്ടാക്കണ്ട, ചെറുതായിട്ട് കട്ടാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ അടുത്തതും ഇതുപോലെ ഒന്ന് കട്ടാക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുഴുവനും ഞാനിവിടെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യൊന്ന് മെൽറ്റായി വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആയ പാല് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയിൽ അളവിൽ വ്യത്യാസം വരുത്താം. ഞാനൊരു 2.25 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ബൈൻഡിങ് കിട്ടാനാണ് പാൽപ്പൊടി കൂടി ചേർക്കുന്നത്. നല്ലൊരു ടേസ്റ്റും കൂടുതലായിരിക്കും. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 4 കോഴിമുട്ടയാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിനായിട്ട് ഞാൻ ഇതിലേക്ക് ഏലക്കയുടെ പൊടിയാണ് ചേർക്കുന്നത്. 3/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏലക്കയുടെ പൊടി കയ്യിലില്ലെങ്കിൽ പകരം വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാക്കും. ഇനി ഒരു ജസ്റ്റ് ഒരു കളറിന് വേണ്ടി ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. പഞ്ചസാര മെൽറ്റാവുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 2 പീസ് ബ്രെഡാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ 2 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 മുട്ട അരക്കപ്പ് പാലൊക്കെ എടുക്കുന്ന സമയത്ത് 2 ബ്രെഡ് കറക്റ്റ് പാകമാണ് കേട്ടോ. കൂടുതൽ അളവിൽ എടുക്കുന്നുണ്ടെങ്കിൽ, ബ്രെഡൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ ബാക്കി ചേരുവകളും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനെ ചെറുതായിട്ട് ക്യൂബായിട്ട് ഇങ്ങനെയൊന്ന് കട്ടാക്കി എടുക്കുക. അതിനുശേഷം നമ്മളിവിടെ അടിച്ചു വെച്ചിട്ടുള്ള ആ മുട്ടയുടെ ആ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് കളയണമെന്നുണ്ടെങ്കിൽ കളഞ്ഞാൽ മതി, കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ഈ കട്ടാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ബ്രെഡ് ഇതേപോലെ പാല് മുട്ടയും കൂടിയൊക്കെ അടിച്ചെടുത്തിട്ടില്ലേ, അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ വഴറ്റി വെച്ചിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതേപോലെ നന്നായിട്ട് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. ഒരു 10 ബദാമോളം എടുത്ത് നന്നായിട്ടൊന്ന് ക്രഷാക്കി എടുത്തതാണ്. അതുകൂടി ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക. ബാക്കിയുള്ളത് നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് മുകളിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം 1 ടീസ്പൂണോളം നെയ്യൊന്ന് ആക്കി കൊടുക്കുക. ഒന്ന് ബ്രഷിലാക്കിയിട്ട് നമുക്കിതെല്ലായിടെയും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് ഒന്ന് ആക്കി കൊടുക്കുകയാണ് കേട്ടോ, തീരെ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ പഴവും ബ്രെഡും എല്ലാം നമ്മുടെ ഈ മുട്ടയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ, പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ എല്ലായിടം പാട് ഒന്ന് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബദാം ഒന്ന് ക്രഷാക്കിയത് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. മുഴുവനായി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം കറുത്ത എള്ളും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇപ്പം അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിരിക്കുകയാണ്. ഫ്ലെയിം ആക്കിയിട്ടില്ല, ഓണാക്കിയിട്ടില്ല. ഇപ്പോൾ ഓണാക്കി കൊടുത്തു.
ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാകും, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഭാഗം റെഡിയാകും, പിന്നെ ഒരു 2 മിനിറ്റ് കൊണ്ടൊക്കെ അടുത്ത ഭാഗവും റെഡിയായി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ നേന്ത്രപ്പഴവും എന്താ പറയുക ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി പോളയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ആരും ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്, അപ്പം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നിങ്ങൾ അടി കട്ടിയില്ലാത്ത പാത്രത്തിലാണ് റെഡിയാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അടിയിലൊരു പാൻ ചൂടാക്കി വെച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ ആ പാത്രം വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട്. ലൈക്ക് ചെയ്ത കാണുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്ത് ഒരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ടാക്കി നോക്കാം. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പോളയാണ്. അപ്പോൾ പഴവും ബ്രെഡും മുട്ടയൊക്കെ സാധാരണ എല്ലാവരും വീട്ടിലും കാണുന്ന ചേരുവകളാണ്. അതുകൊണ്ട് വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതുപോലൊരു സ്നാക്ക് നിങ്ങൾ എല്ലാവരും റെഡിയാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് എത്തത്തുള്ളൂ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സ്വീകരിക്കുക, എന്നെങ്കിൽ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നല്ല സൂപ്പറായിട്ടുള്ള ഒരു പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.